നമസ്കാരം. ടീ ടാരറ്റ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസം നിങ്ങൾക്കുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ചാണ്. മെയ് മാസം പുതിയൊരു ആവേശത്തോടെയാണ് നിങ്ങൾക്ക് തുടങ്ങുക. നിങ്ങൾ പൂർവാധികം മാനസികമായിട്ട് ശക്തി പ്രാപിക്കും. ഒരു നിയന്ത്രിത ഗുണമുണ്ടാകും. ആ നിയന്ത്രിത ഗുണത്തിലൂടെയാണ് നിങ്ങളുടെ യാത്ര തുടങ്ങുക. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനുള്ള യാത്രയാണത്. അതിൽ നിങ്ങൾക്ക് വിജയം നേടുന്നതിന് കൂട്ടായ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് ചേരുന്ന ആളുകളുമായിട്ട് ഉണ്ടാകും. നിങ്ങൾക്ക് അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നു ചേരുകയും നിങ്ങൾക്ക് നല്ലൊരു മെൻറ്ററെ കിട്ടുകയും അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് നല്ല നേതൃത്വപാഠവും ഉണ്ടാകുന്ന ഒരു മാസമാണ്. ധീരമായ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പിലാക്കുകയും ജീവിതത്തിനൊരു ഘടന ഉണ്ടാക്കുകയും നല്ല ഒരു ലൈഫ് സ്റ്റൈലൊക്കെ നിങ്ങൾ പിന്തുടരുകയും പ്രത്യേകിച്ച് അബാൻഡൻ സംബന്ധിച്ചുള്ളത് സമൃദ്ധമായ ഒരു ലൈഫ് സ്റ്റൈല് നിങ്ങൾ തുടങ്ങുകയും നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു ഉയർച്ചയും ധാരാളം ധനനേട്ടങ്ങളും ഒക്കെ വന്നു ചേരുന്ന ഒരു മാസമാണ്. നിങ്ങൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആകും. നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കി എടുക്കാൻ ഒരു ശേഷിയുണ്ട് എന്നത് ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളൊക്കെ നല്ല ദൃഢതയാകുകയും പൂർവാധികം ശക്തമായ സ്നേഹബന്ധങ്ങളും കുടുംബ ബന്ധത്തിലാണെങ്കിലും ഒക്കെ ദൃഢമാകുകയും പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമാണ്. നിങ്ങൾ എന്തിലൊക്കെയാണോ ഇൻവെസ്റ്റ് ചെയ്ത ആ നിക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് ഫലപ്രാപ്തിയിലെത്തും. നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്താൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ഫലങ്ങളെ നൽകും എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഏത് മേഖലയിൽ ഇറങ്ങി തിരിച്ചാലും ആ കാര്യങ്ങളെല്ലാം പൂർവാധികം സക്സസ് ആകും. പിന്നെ ചില മാസത്തിൻ്റെ മധ്യത്തിൽ ചില നീക്കിവെക്കലുകൾ മാറ്റിവെക്കലുകളൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് സ്പിരിച്വലി ഒരു കണക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അത് നിങ്ങളെ പൂർവാധികം ശക്തിമത്താക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ മാനസികമായിട്ടൊരു നല്ല ഉണർവും സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാം വന്നു ചേരുന്നൊരു മാസം എന്ന് പൊതുവെ നോക്കിയാൽ പറയാം. എല്ലാ തരത്തിലും മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന മാസമാണ്. നിങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പൂർവാധികമായിട്ട് വിജയം വരിക്കുന്നതാണ്. അതുപോലെ മാസത്തിൻ്റെ ഒടുക്കം നിങ്ങൾക്ക് ഒരു പുതിയ നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പുതിയ കാര്യം ചെയ്യാൻ നിങ്ങളുടെ പാഷനെയൊക്കെ പിന്തുടരാനും അങ്ങനെ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ചയും എല്ലാം വന്നു ചേരുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ മാസം നിങ്ങൾ പൂർവാധികം നല്ല ഒരു ജീവിതശൈലി കെട്ടിപ്പടുക്കുന്നതിന് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് മെയ് മാസം. നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ദി സൺ കാർഡൊക്കെ വന്നതുകൊണ്ട് നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പൂർവാധികം ശക്തിമത്താകുകയും ആ കാര്യത്തിലൂടെ എല്ലാ വിജയങ്ങളും നിങ്ങളെ തേടി വരികയൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ്. ഒരു നെഗറ്റീവ് കാർഡ്സ് പോലും നമുക്ക് ഇത്തവണ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. എല്ലാ കാര്യവും നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റും. അതിനായിട്ട് നന്നായി പ്രാർത്ഥിക്കുക, മെഡിറ്റേഷനൊക്കെ ചെയ്യുക. കൂടുതലും